കർത്താവിൻ്റെ വരവിനെ പറ്റി ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന ക്ലാസിക്കൽ പാസേജ് അപ്പോസ്തലന പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. അത് പ്രധാനമായും റാപ്ചർ, ദൈവസഭയുടെ ഉൾപ്രാവണത്തെ പറ്റി പറയുന്നതാണ്. അതുകൊണ്ട് ആ വേദഭാഗത്തിലേക്ക് ഇന്നും അടുത്ത ദിനങ്ങളിലും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. മൈക്ക് കൈവശമുള്ളവർ നിർത്തി വളരെ വ്യക്തമായ നിലയിൽ അപ്പോസ്തലന പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ആരെങ്കിലും നോട്ട് കുറിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തലക്കെട്ട് എഴുതണം: ഹീ ഈസ് അറ്റ് ദ ഡോർ. അവൻ വാതിൽക്കൽ നിൽക്കുന്നു. ഹീ ഈസ് അറ്റ് ദ ഡോർ. അവൻ വാതിൽക്കൽ നിൽക്കുന്നു. വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. വലിയ സമ്മേളനങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്നറ്ററീസ്, രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തുടങ്ങിയവരൊക്കെ സംബന്ധിക്കുന്ന മഹാസമ്മേളനങ്ങളിൽ അതിലെ ഏറ്റവും വിശിഷ്ടാതിഥി ആ ഓഡിറ്റോറിയത്തിൽ വരുന്നു എന്നിരിക്കട്ടെ. സാധാരണയുള്ള ഒരു പ്രോട്ടോകോൾ, ഇതുപോലെയുള്ള ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ ഒരു ഗ്രീൻ റൂം ഉണ്ടാകും. ഞാൻ ഇതിനു മുമ്പ് ശുശ്രൂഷിച്ച ചർച്ചിൽ അങ്ങനെ ഒരു റൂം ഉണ്ടായിരുന്നു. ലൈവൊക്കെ പോകുന്നത് കൊണ്ട് ടൈമർ വെച്ച് ആ മീറ്റിംഗ് തുടങ്ങുന്ന സമയത്താണ് പാസ്റ്ററോ അല്ലെ കൊയറോ സ്റ്റേജിലേക്ക് വരുന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഈ രാജ്യത്ത് വന്നൊരു സമ്മേളനത്തിൽ സംബന്ധിക്കുകയാണ് എന്നിരിക്കട്ടെ. അദ്ദേഹം പ്രസംഗിക്കാൻ പ്രസംഗപീഠത്തിലേക്ക് വരുന്നതിൻ്റെ ചില നിമിഷങ്ങൾക്ക് മുമ്പ് ഈ പ്രസംഗപീഠത്തിന് മുൻപിൽ അവരൊരു ബാനർ വിരിക്കും. അത് പറയും ദി പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ആ ബാനർ അവിടെ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരുവൻ അവിടെ കയറി നിൽക്കാൻ പറ്റില്ല. അമേരിക്കയുടെ പ്രസിഡന്റ് പിന്നെ അവിടെ നിൽക്കൂ. എന്നാൽ അദ്ദേഹം നമ്മളെപ്പോലെയൊക്കെ, എനിക്ക് കഴിവുള്ളിടത്ത് ഒരു മീറ്റിംഗ് തുടങ്ങിയാൽ തുടങ്ങുമ്പം ചെല്ലണമെന്ന് ആഗ്രഹമുള്ളവരാ. എന്നാൽ ചിലരൊക്കെ ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അത് ഓരോരുത്തരുടെ പ്രാധാന്യം അനുസരിച്ച് അങ്ങനെ കടന്നു വരുന്നത്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഒരു 3/4 മണിക്കൂറിന് മുമ്പ് വന്ന് ഇതിലൊന്നും മട്ടം കറങ്ങത്തില്ല. അദ്ദേഹം വന്ന് ആ ഗ്രീൻ റൂമിലിരിക്കും. മേക്കപ്പ് ചെയ്ത് ഒരു മേക്കപ്പൊക്കെ ചെയ്യും, അദ്ദേഹത്തെ റെഡിയാക്കും. എന്നിട്ട് ഒരാൾ വന്ന് അനൗൺസ് ചെയ്യും, ദ പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ആരും ചോദിക്കത്തില്ല ആൾ അമേരിക്ക എന്ന് വിട്ടോ എന്ന് ചോദിക്കത്തില്ല. ആരും ചോദിക്കത്തില്ല അദ്ദേഹം ഹോട്ടലിലാണോ എന്ന് ചോദിക്കത്തില്ല. എല്ലാവർക്കും അറിയാം തൊട്ടപ്പുറത്ത് ആളിരിപ്പുണ്ട്. ഡോറൊന്ന് തുറക്കണം, പേരൊന്ന് പറയണം, കാലെടുത്ത് വെക്കണം. എൻ്റെ യേശു വാതിക്കൽ നിൽക്കുക. ആമേൻ. എൻ്റെ യേശു വാതിക്കൽ നിൽക്കുക. അവൻ ദൂരത്തൊരിടത്തും അല്ല. കർത്താവിൻ്റെ സഭയെ ചേർക്കേണ്ടതിന് പ്രാണപ്രിയൻ വരാറായി. അവൻ വാതിക്കൽ നിൽക്കുക. ഇനി ഒരൊറ്റ കാര്യമേ നടക്കാനുള്ളൂ. ഒരു അനൗൺസ്മെന്റ് കേൾക്കും, എല്ലാവരും കേൾക്കത്തില്ല. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിതം നയിക്കുന്നവർ, ദൈവവചനപ്രകാരം നടക്കുന്നവർ, ഹൃദയം സ്വർഗത്തിലെ സ്വർഗത്തേടെ ഹല്ലേലൂയ ഉയരത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചവർ, ഈ ലോകത്തിൽ കെട്ടിപ്പിണച്ച് കിടക്കുന്ന
നടക്കാത്തവർ, ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവർ, യേശുവിനെ ഹൃദയത്തിൽ ഏറ്റവർ, അവരൊരു അനൗൺസ്മെന്റ് കേൾക്കാനുണ്ട്. കർത്താവിന്റെ ഗംഭീര സ്വര അത് കേൾക്കുമ്പോൾ യേശുവിന്റെ സഭ ഒരു നിമിഷം കൊണ്ട്, ഒരു നിമിഷാർത്ഥം കൊണ്ട് ഇവിടെ നിന്ന് ഉയരത്തിലേക്ക് എടുക്കപ്പെടും. അതാണ് ക്രിസ്തു സഭയുടെ ഭാഗ്യകരമായ പ്രത്യാശ. അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങൾ എഴുതിയത് സഭയെ ഉറപ്പിക്കാനാണ്. എന്നാൽ വേദചിന്തകന്മാർ ക്രോണോളജിക്കലി കാലാനുഗമക്രമം പറയുമ്പോൾ ഒരുപക്ഷെ താൻ ആദ്യം എഴുതിയ ലേഖനങ്ങളിൽ ഒന്നാണ് തെസ്സലോനിക്ക ലേഖനമെന്നാണ് പറയുന്നത്. എന്താണ് ഞാനത് പറയാൻ കാരണം? കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം വളരെ പ്രസക്തമാണ്. വിശ്വാസത്താലല്ല നീതീകരണം സ്ഥാപിച്ചിരിക്കുന്ന റോമാലേഖനം പ്രസക്തമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ സഭയ്ക്ക് എഴുതിയ ലേഖനം എഫേസ്യ ലേഖനം പ്രസക്തമാണ്. എന്നാൽ അപ്പോസ്തലൻ പൗലോസിന്റെ ഒരു ജീവചരിത്രം നാം പഠിച്ച, യേശു കർത്താവിന്റെ മരണം കഴിഞ്ഞ് ഒരു 6 വർഷം കഴിഞ്ഞ് 6 വർഷത്തിനുള്ളിൽ രക്ഷയിലേക്ക് വന്ന ഒരുവൻ തൻ്റെ രക്ഷാനുഭവം കഴിഞ്ഞ് ഏകദേശം 15 വർഷങ്ങൾ കഴിയുമ്പോൾ പല സഭകൾ സ്ഥാപിച്ച സഭകൾ ഉപദേശ സത്യത്തിൽ നിലനിൽക്കണമെന്നും അവർ തെറ്റിയും തെന്നിയും പോകരുതെന്നും ഹൃദയത്തിൽ ഭയങ്കര വേദന തോന്നിയ ഒരു ഇടയൻ ആദ്യം എഴുതിയ ലേഖനങ്ങളിൽ ഏറ്റവും ആദ്യം എഴുതാൻ ദൈവാത്മാവ് തനിക്ക് കൊടുത്ത ഹേമം ഏതാണെന്ന് അറിയാമോ? നിങ്ങളിവിടെ എന്നാ വേണമെങ്കിലും പ്രാർത്ഥിച്ചോ, അതെല്ലാം കർത്താവ് തരുവെന്നല്ല, കൊടുത്ത ഹേമം ഇതാണ്: യേശു വരാറായി, ഒരുങ്ങിയിരിക്കണം. അപ്പോസ്തലൻ പൗലോസ് വിശ്വസിച്ചിരുന്നു തൻ്റെ ജീവകാലത്ത് തന്നെ യേശു വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരും ക്രിസ്തു സഭയുടെ ഉപദേശം സ്ഥാപിച്ച പൗലോസ് പോലും വിശ്വസിച്ചു, ഇനി നാളുകൾ വൈകിയില്ല, എത്രയും വേഗത്തിൽ എൻ്റെ യേശു വരും. അതിനുവേണ്ടി സഭ ഒരുങ്ങിയിരിക്കണം. അനേക വർഷങ്ങളായി ദൈവവചനം അല്പം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നയാളാ ഞാൻ. ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, കുര്യൻ പാസ്റ്റർ എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ചിന്തയുണ്ട്. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് യേശു കർത്താവ് വരും. എൻ്റെ ജീവകാലത്ത് യേശു കർത്താവ് വരും. ഇനി കാലങ്ങൾ വൈകിയില്ല, ഇനി നാളുകൾ വൈകിയില്ല. വീണ്ടും ഞാൻ ദൈവസഭയോട് വിളിച്ചു പറയുന്നു, അവൻ വാതിൽക്കൽ നിൽക്കുകയാണ്. അവൻ്റെ കാഹള ശബ്ദം കേൾക്കാൻ സമയമായി. എൻ്റെ യേശു തൻ്റെ സഭയെ ചേർക്കാൻ വേഗം വരും. പക്ഷെ യേശുവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നത് എനിക്ക് ദൈവം തന്ന ഹേമം പോലെയാ, അല്പം വ്യത്യസ്തമായിട്ടാ. യേശു കർത്താവ് ഏതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനും ജനത്തെ ഒരുക്കിയിട്ടുണ്ട്. ഒരുക്കം ഭയങ്കര പ്രധാനപ്പെട്ടതാ. യോഹന്നാൻ സ്നാപകനും യേശു കർത്താവും ഇന്ന് രാവിലെ ഞാൻ കുഞ്ഞുങ്ങളോട് അല്പസമയത്ത് സംസാരിക്കാൻ ഇടയായി. You have got a very blessed set of children, beautiful children, praise God. അപ്പം ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ യേശു വന്നപ്പോൾ അവനെ പരിചയപ്പെടുത്തിയത് ഈസ് ഗോയിങ് ടു ബി എ ബാപ്റ്റൈസർ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ മുക്കിപ്പൊക്കുന്നവനാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് യേശു കർത്താവ് തൻ്റെ പ്രഭാഷണത്തിൽ ഓരോ പ്രഭാഷണത്തിൽ ജനത്തെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരുന്നു. എന്താണ്? ഭയങ്കര ഒരു ആത്മശക്തി കടന്നു വരുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഹൃദയംഗമായി ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ട് യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ കാത്തിരിക്കണം എന്നതുപോലെ തിരുവചനം നമുക്ക് പോകാനുള്ള ഇടത്തെക്കുറിച്ച് നമുക്കൊരു ഭയങ്കര ദാഹം ഉണ്ടാകേണ്ടതിന് 2 പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നോണം കേട്ടോ. ഹല്ലേലൂയ. 2 പദപ്രയോഗങ്ങളാണ്. ഒന്ന്, ഒരു ദേശം. എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞ ദേശം. 2, ഒരു ദിവസം. പറഞ്ഞാട്ടെ. യേശു കർത്താവിൻ്റെ വരവിനെ പറ്റി ക്രിസ്തു സഭയ്ക്ക് അകത്ത് കുതൂഹലമുണ്ടാകേണ്ടതിന്, അഭിവാഞ്ചയുണ്ടാകേണ്ടതിന്, ആത്മദാഹമുണ്ടാകേണ്ടതിന് നമ്മെ ഒരുക്കാൻ തിരുവചനം ഉപയോഗിച്ചിരിക്കുന്ന 2 പദപ്രയോഗങ്ങൾ. നാം ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയാണ്, നാം ഒരു ദേശത്തിനായി കാത്തിരിക്കുകയാണ്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് സ്വപ്നം കാണാൻ പറ്റത്തില്ലായിരുന്നു.
ഒരു സൈക്കിൾ പോലും എൻ്റെ വീട്ടിൽ സ്വന്തമായിട്ടുണ്ടായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ്. KP യോഹന്നാൻ സാറ് കൊടുത്ത ഒരു സൈക്കിള്. എൻ്റെ അപ്പൻ ബസ് കയറി കോഴിക്കോട് പട്ടണത്തിൽ ചെന്ന് ആ സൈക്കിളും ചുമന്നുകൊണ്ട് ബസ് കയറി ഇറങ്ങി ഒരു ചുമട്ട് തൊഴിലാളിയെ പോലെ ആ സൈക്കിളും കൊണ്ട് വരുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മയുണ്ട്. പിന്നെയല്ലേ അമേരിക്കയിൽ പോകുന്നത്. എങ്കിലും ചെറുപ്പം തൊട്ടേ അമേരിക്ക എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ചിന്തയാണ്. കാരണം അവിടുന്ന് വരുന്ന പോസ്റ്റ് കാർഡ് ഉണ്ടല്ലോ, ക്രിസ്മസിനൊക്കെ വരുന്ന പോസ്റ്റ് കാർഡ്, അല്ലെങ്കിൽ സ്റ്റാമ്പ് കളക്ഷനൊക്കെ നമുക്ക് ചെറുപ്പത്തിലില്ലായിരുന്നു. അവിടുത്തെ സ്റ്റാമ്പേലൊക്കെ ആ രാജ്യത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടോ ചെറുപ്പം തൊട്ടേ സ്വർഗം കഴിഞ്ഞാൽ പിന്നെ അതിനോട് ഏറ്റവും അടുത്ത സ്ഥലമാണ്. ആ അങ്കിളിനോട് ചോദിച്ചാൽ മതി, ഷിക്കാഗോക്കാരനെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ പറയുന്ന സംഭവമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ആരും അങ്ങനെ വലിയ കൊതിയൊന്നും തോന്നണ്ട. പക്ഷെ ചെറുപ്പം തൊട്ടേ എല്ലാവരും പറയുന്ന ഒരു സ്ഥലം അമേരിക്ക. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ഉള്ളത്തിൽ അതൊന്ന് പോകണം, അതൊന്ന് കാണണം. ഒരുക്കമുള്ളിടത്തെക്കുറിച്ച് നമുക്കൊരു ദാഹം ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പ്രസംഗത്തിൽ സ്വർഗത്തെ പറ്റി പറയണം. ഇവിടുത്തെ മുട്ടുവേദന മാറുമെന്നോ, ഇവിടുത്തെ ചെവി വേദന മാറുമെന്നോ, ഈ വീട് കഴിഞ്ഞ് വലിയ വീട് കിട്ടുമെന്നോ, ഈ കാറ് കഴിഞ്ഞ് വലിയ കാറ് കിട്ടുമെന്നോ ഇത് കേട്ടോണ്ടിരുന്നാൽ നമുക്ക് ഇവിടത്തെ പറ്റിയ ചിന്തയുണ്ടാവത്തുള്ളൂ. ഇടയ്ക്കൊക്കെ പറയണം, നമ്മൾ ഈ നാട്ടുകാരല്ല, നമുക്ക് പോകാൻ ഒരു ദേശമുണ്ട്, നമുക്ക് പോകാൻ ഒരു ഇടമുണ്ട്, ഇതിനേക്കാൾ എല്ലാം നല്ല സ്ഥലം. അവിടെ കണ്ണുനീരില്ല, അവിടെ ദുഃഖമില്ല, അവിടെ വേദനയില്ല, അവിടെ യുഗായുഗ നമ്മുടെ പ്രാണപ്രിയനെ കണ്ട് നാം അവന്റെ കൂടെ വാഴും. അതുകൊണ്ട് തിരുവചനം പറയുന്ന ആ ദിവസം, വചനം പറയുന്നു കുഞ്ഞാടിന്റെ കല്യാണ ദിവസം, വചനം പറയുന്നു വരുവാനുള്ള നല്ല ദേശം, വചനം പറയുന്നു വരുവാനുള്ള നിത്യരാജ്യം, വചനം പറയുന്നു ക്ഷയം വാട്ടം മാലിന്യമില്ലാത്ത ഇടം, വചനം പറയുന്നു സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം, വചനം പറയുന്നു സ്വസ്ഥതയുള്ള ദേശം, വചനം പറയുന്നു സ്വസ്ഥതയിൽ പ്രവേശിക്കുന്ന ആ ഇടം, വചനം പറയുന്നു താൻ തന്നെ തൻ്റെ കൈയാൽ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ആ ദിവസവും ആ ദേശവും, വചനം പറയുന്നു പുതിയ ആകാശവും പുതിയ ഭൂമിയും, വചനം പറയുന്നു പുത്തൻ യെരൂശലേം വിവാഹത്തിനായി ഒരുങ്ങി നിൽക്കുന്ന കന്യകയെ പോലെ മനോഹരമായ ഒരു ദേശ, പുത്തൻ യെരൂശലേം. വചനം പറയുന്നു ആ വാഗ്ദത്ത ദേശം. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ പറയാം പാസ്റ്ററെ, ആ സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അപ്പൻ്റെ വീട്. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്ത്. ഞാൻ സൂട്ടിടുവെങ്കിലും നാടനായി ഇന്നും. ഹല്ലേലൂയ. എനിക്കിന്നും നാട്ടിൽ ചെന്ന് ഒരു ദിവസമൊക്കെ കിട്ടാറുള്ളൂ. ഞാൻ എൻ്റെ അപ്പന് താമസിക്കാൻ വെച്ച ഒരു ചെറിയ വീട്ടിൽ 2 ദിവസത്തിൽ കൂടുതൽ താമസിക്കാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ 2 മണിക്കൂറാണെങ്കിലും നാട്ടിൽ എന്നും രാവിലെ ഫോണെടുത്ത് ചായ കുടിച്ചാൽ ആദ്യം ചെയ്യുന്ന കാര്യം, ചായ കുടിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യം അപ്പനെ അമ്മയെ വിളിക്കുക. എവറി സിംഗിൾ ഡേ. എന്നാണെന്നറിയാവോ, മോനെ എന്നൊരു വിളിയൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ്. ശുശ്രൂഷ എളുപ്പമൊന്നുമല്ല, സഭാപരിപാലനം എളുപ്പമല്ല, എങ്കിലും അകത്തൊരു ഭയങ്കര ദാഹം. എന്നും ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ അവരെ ദീർഘായുസോടെ നിർത്തണം. കാരണം നാട്ടിൽ വിളിക്കുമ്പോൾ വീട്ടിൽ വിളിക്കുമ്പോൾ ഒരു ഭയങ്കര ആനന്ദമാണ്. സ്വർഗത്തിൽ സ്വർണ്ണത്തെരുവ് ഉണ്ടെന്നല്ല പാസ്റ്ററെ എൻ്റെ ആവേശം. അവിടെ എനിക്ക് മണിമാളിക ഉണ്ടെന്നുള്ളതല്ല എൻ്റെ ആവേശം, അവിടെ അപ്പനുണ്ടെന്നുള്ളതാ. ഉടജാ റഗദാന ജാന, അപ്പൻ്റെ വീടാ സ്വർഗം. ഹല്ലേലൂയ. അവിടെയാ ഞാൻ ബിലോങ് ചെയ്യുന്നത്, അവിടെയാ എൻ്റെ ഐഡന്റിറ്റി. അപ്പൻ്റെ വീട്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇന്ന് പാടിയതുപോലെ കൊയറിനോട് പറയും, ഇടയ്ക്കെല്ലാം പ്രത്യാശയുടെ ഗാനം പാടണം. നമ്മളൊക്കെ വളർന്നു വന്ന കാലത്തെ ഇന്നത്തെ പെന്തക്കോസ്ത് തിയോളജിയോട് ഒരല്പം ദൈവശാസ്ത്ര പരിചയമുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് കുറേ യോജിപ്പ് കുറവുകളുണ്ട് പ്രിയരെ. ഇന്ന് ഹല്ലേലൂയ ഹോപ്പും ഒന്നുമല്ല ആരും പ്രസംഗിക്കുന്നത്. ഇന്ന് പ്രസംഗിക്കുന്നത് എക്സിസ്റ്റൻഷ്യലിസമാ, ഹിയർ ആൻഡ് നൗ. ഇന്ന് പലരും പ്രസംഗിക്കുന്നത്. പക്ഷെ പെന്തക്കോസ്ത് ഉപദേശം ഹിയർ ആൻഡ് നൗ അല്ല. പെന്തക്കോസ്ത് ഉപദേശം ആ ദേശമാ. നമുക്ക് പോകാൻ ഒരു ഇടമുണ്ട്. അതാ പെന്തക്കോസ്തിന്റെ ഉപദേശം.
ഞാനൊക്കെ വളർന്നു വന്ന കാലത്ത്, നിങ്ങളൊക്കെ വളർന്നു വന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ ലോക്കൽ കൺവെൻഷൻ നടക്കത്തില്ലേ പ്രിയരെ? ഓല വെട്ടി വലിച്ചുകൊണ്ട് വെള്ളത്തിലിട്ട് അതിട്ട് ചീയിച്ച് പിന്നെ വലിച്ച് കരയിൽ കയറ്റി അമ്മച്ചിമാരിരുന്ന് അത് മെടഞ്ഞ് അത് കെട്ടുകെട്ടായി വെച്ച് കപ്പ വരച്ച കപ്പക്കാല എല്ലാവരും കൂടെ നിരത്തി അവിടെ ഈ ഓല വിരിച്ച് അവിടെ കൈകൊണ്ട് തന്നെ തടിയും, ഇതൊന്നും അറിയാത്തവരെന്നെ നോക്കുന്ന പോലെ തടിയെല്ലാം വെച്ച് കെട്ടി ഒരു സ്റ്റേജൊക്കെ സെറ്റപ്പ് ചെയ്ത് തമ്പേറ് സൈഡ് ഡ്രമ്മും കൊട്ടി പാട്ടും പാടി നടത്തുന്ന കൺവെൻഷൻ. ഒന്നാമത്തെ ദിവസം രക്ഷയാണ്, രണ്ടാമത്തെ ദിവസം വിശുദ്ധ ജീവിതം പരിശുദ്ധാത്മ നിറവാ, മൂന്നാമത്തെ ദിവസത്തെ പ്രസംഗമുണ്ട്, അത് കർത്താവിൻ്റെ വരവാ. അതിൻ്റെ ഇടയിൽ 2-3 പാട്ടുണ്ട്. ചില പാട്ടൊക്കെ ചങ്ക് കുത്തിത്തൊളച്ചകത്ത് കയറിയിട്ടുണ്ട്, വിറച്ചു പോയിട്ടുണ്ട് പാട്ട് കേട്ടിട്ടുള്ളപ്പോൾ. ഘോരമായൊരു നാളുണ്ട്, ഭീകരം അത് വന്നിടും. ആരവിടെ നിൽക്കും ദുഷ്ട വേര് കൊമ്പോടെരിയുമ്പോൾ ആ ദിവസത്തിൽ നിൽക്കാൻ നിന്റെ കാലിന് പ്രാപ്തി ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അകം വിറച്ചു പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു പ്രത്യാശ മാത്രമല്ല, ഒരു വാണിംഗ് കൂടെയാണ്. ഈ ദിവസങ്ങളിൽ ഒന്ന് കാഹള ശബ്ദം കേട്ട് അവിടെ പോകാൻ അവന്റെ സഭ ഒരുങ്ങിയിരിക്കുമോ? 2, എന്തുകൊണ്ട് ഒരു ദൈവ പൈതൽ കർത്താവിൻ്റെ വരവ് ധ്യാനിക്കണം? ഇതെനിക്ക് പറഞ്ഞേ മതിയാകും. നമ്മൾ വെറും എക്സൈറ്റഡായി മാത്രം പോകരുത്. ഇതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്. വായി അപ്പോസ്തലൻ പൗലോസ് അധ്യായത്തിൽ 1:10 വരുവാനുള്ള കോപ ദിവസത്തിൽ നമ്മെ വിടുവിക്കുന്ന ദൈവം, 2:12 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പാകെ അവൻ്റെ പ്രത്യക്ഷി ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസ കിരീടമോ നിങ്ങൾ 3:13 ഇങ്ങനെ നമ്മുടെ കർത്താവ് യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന് മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനിന്യമായി വെളിപ്പെടാൻ തക്കവണ്ണം 4-ാം അധ്യായത്തിൽ കർത്താവ് തൻ ഗംഭീരനാദത്തോടെ. എന്തിനാണ് ഓരോ അധ്യായത്തിലും ദൈവസഭയെ ഇത് പറഞ്ഞ് പൗലോസ് ഒരുക്കിയത്? ഞാൻ കുറഞ്ഞത് ഒരു 10-12 കാരണങ്ങൾ കാണുന്നുണ്ട്, വിശദീകരിക്കത്തില്ല, ഒറ്റ വാക്കിൽ പറയാം. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ വരവിനെ പറ്റി ദൈവസഭ ചിന്തിക്കേണ്ടിയത്, കേൾക്കേണ്ടിയത്, പ്രസംഗിക്കേണ്ടിയത്? നമ്പർ 1, ഇറ്റ് വിൽ ഹെൽപ്പ് us to live in godliness. ഒരാത്മീയനായി ജീവിക്കണമെങ്കിൽ നിനക്ക് കർത്താവിൻ്റെ വരവിനെ പറ്റി ഒരു ഓർമ്മ വേണം. മനസ്സിലായോ? വരവിനെ കുറിച്ച് ഓർമ്മയുള്ളവനെ അകത്ത് ഒരാത്മീയത ഉണ്ടാകത്തുള്ളൂ. ആമേൻ. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുക, ലൈവ് ഇപ്പം ഇവിടെ ഇല്ലല്ലോ, അല്ലെങ്കിൽ അപ്പനും അമ്മ ഇത് കാണും. എല്ലാവരും എന്നോട് ചോദിച്ചു ലൈവ് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. ചെറുപ്പത്തിലൊക്കെ അപ്പൻ ഈ വീട്ടിൽ സാധനം മേടിക്കാൻ ടൗണിൽ പോയിട്ട് ആ ഗ്യാപ്പിനാണ് ഞങ്ങളുടെ കുരുത്തക്കേട് മുഴുവനും. അയ്യോ, ഈ കാണുന്ന പോലെ നല്ല കേട്ടോ, വേറെ സെറ്റപ്പായിരുന്നു. അമ്മയ്ക്കെങ്ങാനും നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇടയ്ക്ക് ഒരു പറച്ചിൽ പറയും, പപ്പ ഉടനെ വരും. ഒറ്റ പറച്ചിൽ മതി മുഴുവൻ പരിപാടി നിർത്തി. ഞങ്ങളെപ്പോലെ നല്ല പിള്ളേർ സത്യം പറയുക കേട്ടോ, പോയിരിക്കും. ഞാൻ പിന്നെ കേട്ട് നമുക്ക് ടി വി ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം വരുമെന്ന് പറയുന്നതാണ് TV ഓഫ് ചെയ്യും. എന്നാന്നറിയാവോ കാരണം? അപ്പം വന്നാൽ എന്നാ നടക്കുമെന്നറിയാം. പേടിച്ചല്ല ഞാനെന്ന് ഈ വിശുദ്ധി നിലനിൽക്കേണ്ടിയത്. നമ്മളെ സ്നേഹിച്ച് സ്വന്തം പുത്രൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തിയ, ആർക്കും വേണ്ടാതിരുന്ന നമ്മെ ഈ നിത്യജീവൻ ഓഹരിക്കാരാക്കിയ യേശു വരുന്നെന്ന് പറയുമ്പോൾ നീ നേരോടെ ജീവിക്കണം, നീ വിശുദ്ധിയോടെ ജീവിക്കണം, നീ നിർമ്മലതയോടെ ജീവിക്കണം. ഭയപ്പെട്ടിട്ടല്ല, അകത്ത് ഭയങ്കര സ്നേഹമുള്ളത് കൊണ്ട്. നമ്പർ 2, we will live in holiness, വിശുദ്ധിയിൽ. 2 പത്രോസ് 3:11. നമ്പർ 3, joyfulness. 1 പത്രോസ് 1:8. ഇന്ന് രാവിലെ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, വേറെ ഒരു കാലത്തും കാണാത്തതുപോലെ കുഞ്ഞുങ്ങൾ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആൻഡ് ഐ ഡീൽ വിത്ത് ലോട്ട് ഓഫ് ദം.
ഞാൻ അവരോട് പറഞ്ഞു, ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. യേശു കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ അധികം ഞാൻ പ്രസംഗിക്കാറില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അടയാളങ്ങൾക്ക് വേണ്ടിയല്ല നാം കാത്തിരിക്കുന്നത്, അരിമനാഥന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലും ആ ഫോക്കസിലാണ് സംസാരിക്കുന്നത്. എങ്കിലും യേശുവിൻ്റെ വരവിൻ്റെ ഒരടയാളത്താണ് യേശുവിൻ്റെ വരവ് അടുക്കാറാകുമ്പോൾ ഹൃദയത്തിൽ ഭ്രമമുണ്ടാകുന്നത്. മറ്റേത് കാലത്തെക്കാളും ഈ ഏജിനെ ലോകം വിളിക്കുന്നത്, സൈക്കോളജിസ്റ്റ് വിളിക്കുന്നത്, സൈക്കാട്രിസ്റ്റ് വിളിക്കുന്നത്, മെഡിക്കൽ സയൻസ് വിളിക്കുന്നത് കാർഡിയാക് ഏജ് എന്ന്. എന്താണ് കാർഡിയാക് ഏജ്? കാർഡിയ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ ഗ്രീക്ക് വേർഡ്. കാർഡിയാക് ഏജ് എന്ന് വിളിക്കാൻ കാരണം, ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്ന രോഗം ഹാർട്ട് റിലേറ്റഡ് രോഗമാണ്. ഫ്രം എ മെഡിക്കൽ പെർസ്പെക്റ്റീവ്. 2, ഹാർട്ട് റിലേറ്റഡ് രോഗത്തെ കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ആൻറ്റി ഡിപ്രസൻ്റ് മെഡിസിനാണ്. കാര്യം ലോകത്തിൽ മനുഷ്യന് സന്തോഷമില്ല. ഞാനൊരു കാര്യം പറയാം, നമ്മുടെയൊക്കെ വല്യപ്പന്മാരും വല്യമ്മമാരും ഈ നേരം കഴിച്ചിട്ട് അടുത്ത നേരം എന്നാ ഉണ്ടെന്ന് ഭാരപ്പെട്ടിരുന്ന കാലത്തും അവരുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകാൻ കാരണം എന്നാണെന്ന് അറിയാമോ? അവർ യേശുവിൻ്റെ വരവിനെ പറ്റി ചിന്തയുള്ളവരായിരുന്നു. രാവിലത്തെ പാട്ടതായിരുന്നു, ഉച്ചക്കത്തെ പാട്ടതായിരുന്നു, മൂളിപ്പാട്ടതായിരുന്നു, വീട്ടു പ്രാർത്ഥനയുടെ പാട്ടും അതായിരുന്നു. എനിക്കും നിനക്കും യേശുവിൻ്റെ വരവിനെ കുറിച്ച് ഒരു ചിന്തയുണ്ടെങ്കിൽ ലോകത്തിലെ ഒന്നിനും നമ്മുടെ സന്തോഷത്തെ അപഹരിച്ച് കളയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ! ഹായ് എന്ത് ആനന്ദം, ഹായ് എന്ത് മോദമേ! ഞാനും എൻ്റെ പ്രിയന്റെ കൂടെ ചേരും. എന്തോ ഒരു സന്തോഷമാ. നാല്, പേഷ്യൻസ്. ഏറ്റവും ക്ഷമ കുറവുള്ള ഒരു കാലമാണ്. ഒരു ദൈവം എന്ന പേഷ്യൻസ്. യാക്കോബ് 5:8. അടുത്തത് ഫെയ്ത്ത്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ. യോഹന്നാൻ 14:1-4 അടുത്തത് പ്യൂരിറ്റി, 1 യോഹന്നാൻ 3:3. അടുത്തത് ആത്മാർത്ഥ, സിൻസിയറിറ്റി, ഫിലിപ്പിയ ലേഖനം 1-9-11. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഫ്രൂട്ട്ഫുൾനെസ്. യേശുവിൻ്റെ വരവിനെ പറ്റി ബോധമുള്ളവനെ ഫലം കഴിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവർ ഫലം അങ്ങ് തിന്നും. മനസ്സിലായില്ലേ? ലോകത്തിൽ ഇന്ന് വരെ സ്വന്തം ഫലം തിന്നുന്ന ഒരു വൃക്ഷത്തെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്നെ ഇങ്ങോട്ട്, ഞാൻ ഏതാണ്ടോ അപൂർവ കാര്യം സംഭവിച്ചു പോലെ നോക്കുന്നേ. ഇന്ന് വരെ സ്വന്തം ഫലം തിന്നുന്ന ഏതെങ്കിലും വൃക്ഷത്തെ കണ്ടിട്ടുണ്ടോ? ഫലം എപ്പോഴും ദൈവനാമത്തിൻ്റെ പ്രയോജനത്തിനാണ്. ഫലം നമുക്ക് തിന്നാനല്ല. ഏറ്റവും കൂടുതൽ കർത്താവിന് വേണ്ടി, മിഷന് വേണ്ടി ഇതൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു സഭയോ ഒരു വ്യക്തിയോ നിലനിൽക്കണമെങ്കിൽ അവന് വരവിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചിൽ എൻ്റെ ചർച്ചിൽ പറയാൻ ധൈര്യമില്ലാത്ത ഒരു കാര്യവും പാസ്റ്റർ ഞാൻ ഒരു സ്റ്റേജിലും പറയുകയല്ല. എന്നാൽ വീട് വിട്ട് കഴിയുമ്പോൾ 2 പെട കൊടുത്തോളം ഇത് ഞാൻ ചെയ്യുകയല്ല. എൻ്റെ സഭയെ പറയാൻ ധൈര്യമുള്ള കാര്യമേ ഞാൻ എവിടെയും പറയത്തുള്ളൂ. ഞാൻ പറയാറുണ്ട്, നാളെ കർത്താവ് വന്നാൽ നമ്മൾ ഉണ്ടാക്കിയത് മുഴുവൻ ഏത് ക്രിസ്തു തിന്നും. ഹല്ലേലൂയ! ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ സ്തോത്രവും പോയി, എല്ലാ സന്തോഷവും പോയി. നാളെ എൻ്റെ യേശു വന്നാൽ നമ്മൾ ഈ കാണിക്കുന്ന തത്രപ്പാട് മുഴുവനും ഏത് ക്രിസ്തു ശാപ്പാട് കഴിക്കും. എന്തിനാത്? നോർത്ത് ഇന്ത്യ വല്ല വേലക്കാരും ഹല്ലേലൂയ 10 ആത്മാക്കൾ വിടുവിക്കപ്പെടാൻ, സ്വന്തമായി കാലേ നിൽക്കാൻ കെൽപ്പില്ലാത്ത ഹല്ലേലൂയ ആർക്കെങ്കിലുമൊക്കെ ഒരു അനുഗ്രഹമാകാൻ. യേശുവിൻ്റെ വരവിനെ പറ്റി ഒരുവന് ചിന്തയുണ്ടോയെന്ന് അറിയാൻ അവൻ്റെ പോക്കറ്റും ബാങ്ക് ബാലൻസും നോക്കിയാൽ മതി. യേശുവിൻ്റെ വരവിനെ കുറിച്ച് ബോധ്യമുള്ളവൻ ഫലം കായ്ക്കുന്നവനായിരിക്കും, യേശുവിന് വേണ്ടി ജീവിക്കുന്നവനായിരിക്കും. എന്തുകൊണ്ട് യേശുവിൻ്റെ വരവിനെ പറ്റി ദൈവസഭയിൽ പറഞ്ഞുകൊണ്ടിരിക്കണം? അക്കൗണ്ടബിലിറ്റി. എല്ലാവരും എൻ്റെ കൂടെ പറ, അക്കൗണ്ടബിലിറ്റി. മത്തായി 25:19. അക്കൗണ്ടബിലിറ്റി. ഒരുവൻ വരും, കണക്ക് ചോദിക്കും. ഹലോ, എല്ലാത്തിനും കണക്ക് ചോദിക്കും. ആമേൻ. എല്ലാത്തിനും കണക്ക് ചോദിക്കും. ഇത്തവണ ഒരിക്കലും ഇല്ലാത്തതുപോലെ ഞാൻ പോരാ നേരം എൻ്റെ മോള് അപ്പുറത്തെ ലിവിങ് റൂമിലിരുന്ന്, ഞാൻ കിച്ചണിൽ ഒരു ഡിഷ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. ലിവിങ് റൂമിലിരുന്ന് ഞാൻ കേൾക്കാൻ വേണ്ടി അവൾ ഉറക്കെ പറഞ്ഞു, ഡാഡ് ഈസ് ഓൾവേസ് ഗോയിങ്, ഡാഡ് ഈസ് നോട്ട് ഹിയർ ഫോർ ദ താങ്ക്സ് ഗിവിങ്. ഒരിക്കലും ആൾ പറഞ്ഞിട്ടില്ല. അവിടെ അടുത്തോട്ട് ചെന്നാൽ എനിക്ക് പേടി തോന്നി, എൻ്റെ കണ്ണ് നിറയുമെന്ന്. അതുകൊണ്ട് ഞാൻ പോയില്ല. എന്നാലും ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ചർച്ചിലും പറയാറുണ്ട്. പലരും എന്നോട് ചോദിക്കും, ഇങ്ങനെ പോകുന്നില്ല, ഉറക്കം കിട്ടുന്നുണ്ട്, ശരീരം. ഇഷ്ടംപോലെ ഡോക്ടർമാർ സ്നേഹിതരെനിക്കുണ്ട്.
പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം പ്രിയരെ, ഞാൻ എത്ര പ്രാവശ്യം മരണത്തിൻ്റെ വക്കിലെത്തിയ ആളാണെന്നറിയാവോ? 8-9 ആൾ പൊക്കത്തിൽ നിന്ന് മരത്തേൽ കമ്പേൽ അടിച്ച് തകർന്ന് വീട് പണിയാൻ കല്ല് പൊട്ടിച്ചിരുന്ന, കല്ലിൻ്റെ നടുക്ക് ഉറുമ്പ് ചാടിച്ചിരുന്ന മണ്ണെ വന്ന് വീണ് എൻ്റെ ശരീരം തല മുതൽ കാൽ വരെ തകർന്ന സമയം ഉണ്ടായിട്ടുണ്ട്. ദൈവം എൻ്റെ പ്രാണനെ കാത്തത്. എൻ്റെ അമ്മ അലറി വിളിച്ചോടി വരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. 22-ാമത്തെ വയസ്സിൽ കോഴിക്കോട് പട്ടണത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് മോട്ടോർ സൈക്കിൾ ഒരിടത്തും ഞാൻ ഒരിടത്തുമായി ആ നഗരത്തിൻ്റെ നടുക്ക് റോഡിൽ ഞാൻ വീണിട്ടുണ്ട്. 100 കണക്കിന് 1000 കണക്കിന് വണ്ടി ഓടുന്നിടത്ത് എൻ്റെ ശരീരത്തിലൂടെ ഒരു വണ്ടി കയറാതെ എന്നെ കാത്തത് സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിൽ മിഷൻ ട്രിപ്പിന് പോയി എനിക്ക് ഏറ്റി നിൽക്കാൻ കഴിയാതെ എൻ്റെ ശരീരം തളർന്ന് രോഗിയായി നോർത്ത് ഇന്ത്യയിൽ ഒരു വില്ലേജിലെ ആശുപത്രി രാത്രിയിൽ എന്നെ കൊണ്ട് കിടത്തിയപ്പോൾ ഞാൻ തമ്പുരാനോട് അന്നേരം ഒരു ചെറിയ ഭയം അറിയാതെ ഉള്ളിൽ വന്നു. കർത്താവ്, എൻ്റെ കൊച്ചിനെ ഒരു പ്രാവശ്യം കൂടെ കാണാൻ പറ്റുമോ? കുറച്ച് നാളും കൂടെ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുമോ? മരണത്തിൻ്റെ വക്കിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്. പാസ്റ്റർ തോമസ് കോശി അവർ ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ 3 ദിവസത്തെ മീറ്റിങ്ങിന് ഞാൻ പോവുക. എൻ്റെ മോളുണ്ടായി 1 മാസം കഴിഞ്ഞിട്ട് പ്ലെയിനെ ക്രാഷിൻ്റെ വക്കിലായി. എയർ ഹോസ്റ്റസിൻ്റെ മുഖത്ത് ഫിയർ കണ്ട മനസ്സിലാക്കിക്കോണം, സംതിങ് ഈസ് റോങ്. അവരെ ട്രെയിൻ ചെയ്യുക. ഫ്ലൈറ്റിൽ എന്തോ ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ ധൈര്യത്തോടെ, അത് അവരുടെ ട്രെയിനിങ്. എന്നിട്ടും അവരുടെ മുഖത്തൂടെ ഭയം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഫ്ലൈറ്റ് തകരാൻ പോവുക. എൻ്റെ കൈ വിറച്ചു, കാല് വിറച്ചു. അവിടെ ഇരുന്ന് ഞാൻ പ്രസംഗിച്ചു, കർത്താവെ പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് 30 വയസ്സ് പോലും ആയില്ല, കുറച്ച് നാളും കൂടെ സുവിശേഷം പ്രസംഗിക്കാൻ നീ ഭാഗ്യം തരണമേ. എന്തിനാണെന്നറിയാമോ ഞാൻ ഈ തൊണ്ട കീറി പറയുന്നത്? എന്തിനാണെന്നറിയാമോ ഞാൻ ഈ ഓടുന്നത്? അനേകർ മണ്ണിനടി പോയപ്പോ ഇന്നും എന്നെ ജീവനോടെ വെച്ചിരിക്കുന്നത് അവന്റെ കരുണയാ. എനിക്ക് ശബ്ദം തന്നത് അവന്റെ കരുണയാ. എനിക്ക് ഉറങ്ങാൻ സ്ഥലം അമയുണ്ട്, അവിടെ ചെല്ലുമ്പോൾ എനിക്ക് റെസ്റ്റ് എടുക്കാൻ സമയമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ യേശുവിന്റെ വരവിനെ കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ ഫലം കായ്ക്കുന്നവനായിരിക്കണം. അക്കൗണ്ടബിലിറ്റി വേണം. എനിക്ക് അവിടെ നിർത്തിയിട്ട് ഞാൻ പ്രധാന വിഷയത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വരവ് ദൈവസഭ ധ്യാനിക്കേണ്ടത്. യേശുവിൻ്റെ കർത്താവിൻ്റെ വരവിനെ പറ്റി പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം പറയാം. ഒരു ഭാഗം ഞാൻ വിടുകയാണ്. എന്തുകൊണ്ട് യേശുവിൻ്റെ കർത്താവിൻ്റെ വരവ് ഉടനെ സംഭവിക്കും? എന്തുകൊണ്ട് വിശ്വസിക്കാം? ഒറ്റ തെളിവ്, തിരുവചനം യേശു കർത്താവിൻ്റെ 1-ാം വരവിനെ പറ്റി എന്തെല്ലാം പറഞ്ഞു? ഒരക്ഷരം വിടാതെ നിവൃത്തിയായതുകൊണ്ട് അവൻ്റെ 2-ാം വരവും സംഭവിക്കും. ആര് പറഞ്ഞു? പ്രവാചകന്മാർ. ആര് പറഞ്ഞു? യേശു കർത്താവ് തന്നെ. ആര് പറഞ്ഞു? ദൂതന്മാർ. ഇവർ പറഞ്ഞത് മുഴുവനും തിരുവചനത്തിൽ അക്ഷരം പ്രതി നിവൃത്തിയായെങ്കിൽ നാം ഇന്ന് രാത്രി മാറത്ത് കരം വെച്ച് കരം ഉയർത്തി പറയുന്നു, യേശു വരും, ഞാനത് വിശ്വസിക്കുന്നു. ഈ ദിനങ്ങൾ യേശു കർത്താവിൻ്റെ വരവിനെ പറ്റിയുള്ള അടയാളങ്ങൾ ഞാൻ പറഞ്ഞു. അടയാളങ്ങളല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് എക്സ്പേർട്സ് ഉള്ളത്. അവരത് ചെയ്യട്ടെ. എൻ്റെ ഹേമം അടയാളത്തെ നോക്കിയിരിക്കാനല്ല, അരുമനാഥനെ നോക്കിയിരിക്കാനാണ്. 2-ാമത്തെ അടയാളം ജാതികളിൽ. എല്ലാവരും പറഞ്ഞ ജാതികളിലും. ജാതിയോട്, രാജ്യം രാജ്യത്തോട് എതിർക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക യേശുവിൻ്റെ വരവ്. 3-ാമത്തെ അടയാളം പ്രാപഞ്ചിക ലക്ഷണങ്ങളാണ്. 100 വർഷത്തിൽ വല്ലപ്പോഴും നടക്കവായിരുന്ന യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഇന്ന് ഓൺ എ റെഗുലർ ബേസിസ് നടക്കുമ്പോൾ ഒറ്റ വാക്കിൽ ഞാൻ നിങ്ങളോട് മനസ്സിലാകുന്ന ഒരു ഭാഷ. എനിക്കതല്ല ഫോക്കസ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തി. അറിയാഞ്ഞിട്ടല്ല, പക്ഷെ എൻ്റെ ഫോക്കസ് നമ്മളാ. ഹല്ലേലൂയ. യേശു നമ്മളുമാണ് എൻ്റെ ഫോക്കസ്. അതുകൊണ്ടാണ് ഇത് ഞാൻ വിശദീകരിക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. യേശു മത്തായി 24, ലൂക്കോസ് 21, മർക്കോസ് 13, ദാനിയേൽ പ്രവചനം, വെളിപ്പാട് പുസ്തകം. ഇത്രയും വായിക്കുന്ന ഒരാൾക്ക് യേശുവിൻ്റെ വരവിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഇത്രയും മാത്രം മതി, വേറെ ഒരു പുസ്തകം വായിക്കണ്ട. ഇത്രയും വായിക്കുന്ന ഒരാൾക്ക് യേശുവിൻ്റെ വരവിനെ പറ്റി. യേശു പറഞ്ഞ അടയാളം, ഒലിവ് മലയിൽ ഇരുന്ന് കൊണ്ട് നടത്തിയ പ്രഭാഷണം. യേശു പറഞ്ഞു എങ്ങനെയാണ് യേശുവിൻ്റെ വരവ്? ഒരു പറഞ്ഞ അടയാളം, ഒരു സ്ത്രീക്ക് പ്രസവ വേദന ഉണ്ടാകുന്നത് പോലെ. എങ്ങനെ? ഒരു സ്ത്രീക്ക് കൺസെപ്ഷൻ നടന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസ് പറയും ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതല്ല ആദ്യത്തെ ട്രൈമസ്റ്റർ കഴിയുമ്പോഴുള്ള ഫീലിങ്.
അതല്ല രണ്ടാമത്തെ ട്രൈമസ്റ്റർ കഴിയുമ്പോഴുള്ള ഫീലിങ്, അതല്ല മൂന്നാമത്തെ ട്രൈമസ്റ്ററിലെ ഫീലിങ്. എസ്പെഷ്യലി 9th month തുടങ്ങിക്കഴിഞ്ഞാൽ അസ്വസ്ഥതകൾ തുടങ്ങുക. പഴയ പോലെ ഉറങ്ങാനൊക്കത്തില്ല, പഴയ പോലെ ആപ്പിറ്റൈറ്റ് ഇല്ല, പഴയ പോലെ ഇല്ല, ഇമോഷണൽ ചേഞ്ചസ്. ഞാൻ എന്തിനാണ് നിങ്ങളോട് ഇതെല്ലാം പറയുന്നത്? എനിക്ക് ഒരനുഭവം ഉള്ളൂ, അത് മതി. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. നിന്ന നിപ്പിൽ ഹല്ലേലൂയ ഇതെല്ലാം ഇമോഷണൽ ചേഞ്ചസ്. ഇതെല്ലാം എന്നാണെന്ന് അറിയാമോ? ഒരു ബർത്ത് നടക്കാറായെന്ന. എന്നിട്ട് കൺട്രാക്ഷൻ പറയുന്ന ഒരു സംഗതി തുടങ്ങും. അത് ആദ്യത്തേതിന് അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഗ്യാപ്പാ. പക്ഷെ ഡെലിവറിക്ക് തൊട്ട് മുമ്പാകുമ്പം കൺട്രാക്ഷൻ്റെ ഫ്രീക്വൻസി വർദ്ധിക്കും. വേഗത്തിൽ വേദന വരും. അതിൻ്റെ അർത്ഥം എത്രയും പെട്ടെന്ന് ഡെലിവറി നടക്കും. പണ്ടത്തേതിൽ എത്രയധികം യുദ്ധങ്ങൾ നടക്കുന്നു, പണ്ടത്തേതിൽ എത്രയധികം ഭൂകമ്പങ്ങൾ നടക്കുന്നു, പണ്ടത്തേതിൽ എത്രയധികം മാരക രോഗങ്ങൾ. ഈ ലോകത്തെ മുഴുവനും ഗ്രസിച്ച കൊറോണ ഇനി സഭ കാത്തിരിക്കരുത്. ഇന്ന് രാത്രി ഒരുങ്ങിക്കാണ്. ഒരു ഡെലിവറി നടക്കാൻ സമയമായി. യേശു രക്തം കൊടുത്ത് വീണ്ടെടുത്ത സഭയെ അവൻ ചേർക്കാൻ സമയമായി. അഥവാ എനിക്കൊരടയാളം ഫോക്കസ് ചെയ്യണമെങ്കിൽ ഫോക്കസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരടയാളം സഭയിലെ ലക്ഷണങ്ങളാണ്. എനിക്കത് പറഞ്ഞാൽ മതി. ആ രാജ്യത്ത് ന്യൂക്ലിയർ ബോംബുണ്ടെന്നോ, ഈ രാജ്യത്ത് ഇതൊന്നും എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം യേശു വില കൊടുത്ത സഭയാ. ആ സഭയിൽ എന്തെല്ലാം അടയാളങ്ങൾ ഉണ്ടാകും? തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ ഒരു ലിസ്റ്റുണ്ട്. സമയം കിട്ടിയാൽ പിന്നീട് ഒന്ന് തുടങ്ങാം. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയാം. ആദ്യ സ്നേഹം തണുക്കുമ്പോൾ മനസ്സിലാകുക യേശു വരാറായി. മുൻപേ പാടിയതുപോലെ സഭയുടെ ചരിത്രം മുഴുവനും പഠിക്കാൻ വെളിപ്പാട് പുസ്തകം 2, 3 പഠിച്ചാൽ മതി. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾ. ഒന്നാമത്തെ സഭ അപ്പോസ്റ്റോലിക് ചർച്ച്. എല്ലാവരും പറ അപ്പോസ്റ്റോലിക് ചർച്ച്. ഒടുവിലത്തെ സഭ, യേശുവിൻ്റെ വരവാകുമ്പോഴത്തെ സഭ അപ്പോസ്റ്റേറ്റ് ചർച്ച്. യേശുവിൻ്റെ വരവാകുമ്പോൾ സഭ എങ്ങനെയായിരിക്കും? അപ്പോസ്റ്റേറ്റ്. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന് പറഞ്ഞ് ഒരു വാട്ടപ്പരുവത്തിൽ സഭയാകുമ്പോൾ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയുക. നമ്മളൊക്കെ വളർന്ന കാലത്ത് എന്തോ ഒരു ദൈവസ്നേഹമായിരുന്നു പ്രിയരെ. അന്ന് ആ വീട്ടുകാരെന്നോ ഈ വീട്ടുകാരെന്നോ ഇല്ല, അന്ന് അവരെന്നോ ഇവരെന്നോ ഇല്ല. ദൈവമക്കളുടെ സ്നേഹം പോലെ ഒരു സ്നേഹം രക്തബന്ധത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്തോ ഒരു സ്നേഹമായിരുന്നു, എന്തോ ഒരു കരുതലായിരുന്നു, എന്തോ ഒരു ആവേശമായിരുന്നു, എന്തോ ഒരു ആരാധനയായിരുന്നു, എന്തോ ഒരു ഉപവാസമായിരുന്നു. എന്തായിരുന്നു? നിങ്ങളെങ്കിലും ഒന്ന് എൻ്റെ മുഖത്ത് നോക്കി സത്യസന്ധമായിട്ട് പറ, അതൊക്കെ തണുത്തില്ലേ പ്രിയരെ? ഈ തണുപ്പ് മാത്രം മതി ഒരടയാളം. എൻ്റെ യേശു വരാറായി. അവൻ വരുമ്പോൾ ഒരു വലിയ കൂട്ടം ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. ഒരു റെമനന്റ് ഉണ്ടാകും, ഒരു ശേഷിപ്പ് ഉണ്ടാകും. ഭയഭക്തിയോടെ ജീവിക്കുന്ന, ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന, പാപത്തോട് നോ പറയുന്ന, സുവിശേഷ വേലയിൽ പങ്കുള്ള, യേശുവിന് വേണ്ടി ധീരതയോടെ നിൽക്കുന്ന ഒരു റെമനന്റ് ഉണ്ടാകും. അവനെ ചേർക്കാൻ എൻ്റെ യേശു വരികയാണ്. വായിച്ച വേദഭാഗം 13 തൊട്ട് 15 വരെ ആമുഖമാണ്. അടുത്തൊരു 15-20 മിനിറ്റ് എനിക്കുണ്ട്. അതിനകത്ത് 1-2 കാര്യം പറഞ്ഞ നാളെ നാം ഈ പഠനം കുറെ കൂടെ ആഴമായി തുടരും. വായിച്ചാട്ടെ 15-16 വാക്യം. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഈ വാക്യങ്ങൾ വ്യാഖ്യാനിക്കാൻ മാത്രമാണ് ഈ ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്നത്. 16-ാം വാക്യത്തിന്റെ 1-ാം ഭാഗം ഇന്ന് രാത്രി തൊടാം. എല്ലാവരും എന്നോട് ചേർന്ന് ഒരുമിച്ച് പറഞ്ഞാട്ടെ, കർത്താവ് താൻ. ഇത്ര ആവേശമുള്ളോ മസ്കറ്റില്? ഒന്ന് പറഞ്ഞാട്ടെ, കർത്താവ് താൻ. ആരെ നാം കാത്തിരിക്കുന്നു? കർത്താവിനെ കാത്തിരിക്കുന്നു. എന്ന് തൊട്ടാ സഭ അടയാളത്തെ കാക്കാൻ തുടങ്ങിയത്? ഓരോ പാർട്ടികൾ നോക്കിയിരിക്കുക. എന്താ? കോവിഡിന് പുതിയ വാക്സിൻ ഉണ്ടാകുക, അതിൻ്റെ സംഭവങ്ങളെല്ലാം പഠിക്കുക, എന്നുവെച്ചാൽ അതിനെപ്പറ്റി ഒരു 1.5 മണിക്കൂർ പ്രസംഗിക്കുക. നിങ്ങളെ എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ.
എനിക്ക് ആരോടും ഒരു കുഴപ്പമില്ല. ഞാൻ ഇവിടെ നിന്ന് ആരെയും മോശം പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അതൊന്നും അല്ലെന്നേ നമ്മുടെ കാത്തിരിപ്പ് കർത്താവ് താൻ. ഓ ഹല്ലേലൂയ, കർത്താവ് താൻ. ഏത് രാജ്യത്ത് ഏത് പൊളിറ്റിക്കൽ പാർട്ടി വന്നു, ഉമ്മൻചാണ്ടി വന്നോ, ഉണ്ണിത്താൻ വന്നോ, പിണറായി വന്നോ, ആള് വന്നോ, അമേരിക്കയിൽ എന്നാ ഇവിടെ എന്നാ, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം ഒരൊറ്റ ഫോക്കസാ, കർത്താവ് താൻ. സഭ കാത്തിരിക്കുന്നത് അവന് വേണ്ടിയിട്ടാ, കർത്താവ് താൻ. എഴുതുക, വി ആർ വെയിറ്റിംഗ് നോട്ട് ഫോർ സൈൻസ് ബട്ട് ഫോർ എ സേവിയർ. ശ്രദ്ധിക്കണേ, യേശു കർത്താവ് തിരുവചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, യു ഷുഡ് നോട്ട് ബി ഇഗ്നോറന്റ്, നിങ്ങൾ അറിവില്ലാതിരിക്കരുതെന്ന് പറഞ്ഞ 3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഇസ്രയേലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അറിവില്ലാതിരിക്കരുത്. 2, കൃപാവരങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ, ലോകത്തിൽ ഏറ്റവും അധികം ദുരുപദേശങ്ങളും കോൺട്രഡിക്ഷനും ഉണ്ടായ 3 വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, ആ രാജ്യത്തോട് ബന്ധത്. അതുകൊണ്ട് ദൈവസഭയോട് വചനം പറഞ്ഞു, നിങ്ങൾ ഇഗ്നോറൻ്റ് ആയിരിക്കരുത് എന്ന് പറഞ്ഞാൽ വെല്ലോം പറയുന്നതല്ല കേൾക്കുന്നത്, ആ വിഷയത്തെപ്പറ്റി നിനക്ക് വ്യക്തമായൊരു ബോധം വേണം. 2, കൃപാവരങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 12, 13, 14 അധ്യായങ്ങൾ. 12 കൃപാവരങ്ങളുടെ 9 ലിസ്റ്റ്. 13 ഏറ്റവും ശ്രേഷ്ഠമായ വരം സ്നേഹം. 14 ഈ കൃപാവരങ്ങളുടെ എക്സസൈസിനെ പറ്റിയുള്ളൊരു കമൻട്രി. അപ്പോൾ ഈ 3 അധ്യായങ്ങൾ. പക്ഷെ പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. ഒരു സഭയിൽ കൃപാവരങ്ങൾ വേണം, ഒരു സഭയെ പരിശുദ്ധാത്മാവ് നയിക്കണം, ഒരു സഭയിൽ ആത്മവരത്തിൻ്റെ പ്രദർശനം ഉണ്ടാകണം, പക്ഷെ അറിവോടെ ആയിരിക്കണം. 3 പറഞ്ഞു, അറിവില്ലാതിരിക്കരുത്. ഏത് വിഷയത്തിൽ? വചനം പറയുന്നു, കർത്താവിൻ്റെ വരവിനെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. എന്താണ് ഏറ്റവും വലിയ അറിവ്? ഇന്ന് രാവിലെ സുവിശേഷ പ്രസംഗനായി ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഏറ്റവും വലിയ അറിവ് എൻ്റെ അരിമനാഥനെ പറ്റിയുള്ള അറിവാണ്. ആമേൻ. തിരുവചനം പറയുകയാണ്, കർത്താവ് താൻ. യേശു കർത്താവിൻ്റെ വരവിന് 2 ഘട്ടങ്ങളുണ്ട്, നമുക്കറിയാം. അതും പല കോൺട്രവേഴ്സിയുള്ള വിഷയമാണ്. ഇതൊന്നും ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നില്ല. ദൈവസഭ വിശ്വസിക്കുന്നു, ചർച്ചിൻ്റെ ഏറ്റവും വലിയ ആവേശം മഹത്വ പ്രത്യക്ഷതയും അതിൻ്റെ അടയാളങ്ങളുമല്ല, നമ്മുടെ ഏറ്റവും വലിയ ആവേശം രഹസ്യവരവാണ്. അവിടെ എനിക്കൊരു പ്രശ്നം, ഈ പ്രസംഗിക്കുന്നവർ മുഴുവനും മഹത്വ പ്രത്യക്ഷതയാണ് പറയുന്നത്. ചേട്ടാവ്, അന്നേരം നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നേച്ച് അവിടെ ഇരിക്കുവാണല്ലോ. ആദ്യമേ പോകുന്ന വിഷയം നമുക്കൊന്ന് ചിന്തിക്കാം. പോയേച്ചല്ലേ പിന്നെ വരുന്നേ. ഞാൻ പറയും, എൻ്റെ പിള്ളേരോട് പറയും, മക്കളെ ഉഴപ്പുവാണ്, വൃത്തിയായിട്ട് ഉഴപ്പണം. അല്ലാതെ ഞങ്ങളൊക്കെ വളർന്ന കാലത്തെ പോലെ കൂട്ടുകാരോടെ പോയി മനോരമ ഒരു ഇച്ചിരി വായിക്കാൻ ഇടത്തോട്ടും വലത്തോട്ടും നോക്കും. അപ്പം കാണുമോ, അപ്പനോട് ആരെങ്കിലും പറയുമോ? ഇല്ല. നമ്മൾ ചെറുപ്പത്തിലൊക്കെ എന്തോ ആയിരുന്നു, വഴി കൂടെ പോകുമ്പോൾ ഒരു കശുവണ്ടി അല്ലെങ്കിൽ ഒരു കശുമാങ്ങ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ദാഹത്തിന്. പിന്നെ കുറച്ചുകൂടെ എക്സ്പേർട്ട് പാർട്ടികൾ സ്വോത്രാഴ്ചയുടെ സമയത്ത് തേങ്ങ പെറുക്കാൻ പോകുമായിരുന്നു. അതൊക്കെ ഭയങ്കര ഗിൽറ്റോടെയാണ് പാർട്ടികൾ ചെയ്തേ. ഉഴപ്പണമെന്ന് ഉള്ളിലുണ്ടെങ്കിലും ഉഴപ്പാൻ പറ്റുന്നില്ല. അന്നേരം ഒരു ചെറിയ പേടി. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഉഴപ്പുവാണ്, വൃത്തിയായിട്ട് ഉഴപ്പണം. ജീവിക്കുവാണ്, വിശുദ്ധിയായിട്ട് ജീവിക്കണം. അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ ഇത് 2 ഇല്ലാതെ പോകും. നമ്മളെപ്പോലെ മണ്ടന്മാർ പിന്നെ വേറെ ആരുമില്ല. മനസ്സിലായോ? ജീവിക്കുവാണ്, വൃത്തിയായിട്ട് ജീവിക്കണം. ജീവിക്കുവാണ്, വിശുദ്ധിയോടെ ജീവിക്കണം. കർത്താവിൻ്റെ വരെ കൈവിടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത്, നാം കാത്തിരിക്കുന്നത് ആർക്കു വേണ്ടി? യേശു കർത്താവിന് വേണ്ടി. ജീവിതത്തിൻ്റെ അപ്പോൾ ഈ മഹത്വ പ്രത്യക്ഷതയല്ല നമ്മുടെ പ്രധാനപ്പെട്ട കാത്തിരിപ്പ്, മേഘത്തിലെ രഹസ്യവരവാണ്. മഹത്വ പ്രത്യക്ഷതയിൽ യേശു കർത്താവിൻ്റെ കൂടെ വലിയൊരു ടീമുണ്ട്. എന്നാൽ രഹസ്യവരവിലെ പ്രധാനപ്പെട്ട ആൾ എൻ്റെ യേശു കർത്താവാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനവൻ ദൂതന്മാരെ അയക്കാത്തത്? എന്തിനവൻ ഏജന്റിനെ അയക്കാത്തത്? എന്തിനവിടെ ഇരുന്ന് വെച്ച് ഇങ്ങോട്ട് പോരാൻ പറയാത്തത്? അങ്ങനെയല്ല. നമുക്കൊരാളോട് പ്രിയം
അധികം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്, നിങ്ങളെല്ലാവരും എന്നെ റിസീവ് ചെയ്യാൻ എയർപോർട്ടിൽ വന്നു. എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഈ പാതിരാത്രിക്ക് എൻ്റെ പൊന്നെ, ഞങ്ങൾ അമേരിക്കയിൽ ഇതൊന്നും ചെയ്യുകയല്ല, ഞങ്ങൾ ആർക്കും പൂവും കൊണ്ട് കൊടുക്കുകയല്ല. ഞങ്ങളിനി മോശമാണ് നിങ്ങൾ ചിന്തിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അത് വരുന്നവരോടുള്ളൊരു ബഹുമാനമാണ് പ്രിയരെ. എന്തിനാണെന്നറിയാം, യേശു ഏജൻറ്റിനെ അയക്കാതെ അവൻ തന്നെ വരുന്നത്. കാര്യം അവൻ വില കൊടുത്തോര് നമ്മളാ. അവൻ്റെ ചങ്കിലെ ചോര തന്ന് നമ്മളാ. അവൻ വിലയ്ക്ക് വാങ്ങിയത് നമ്മളാ. ഇന്നും കണ്ണിൻ്റെ കൃഷ്ണനെ പോലെ അവൻ സൂക്ഷിക്കുന്നത് നമ്മളാ. അവന് പ്രിയം ഉണ്ടെങ്കിൽ ലോകത്തിൽ ഒരു കൂട്ടരേ ഉള്ളൂ, അത് യേശുവിൻ്റെ സഭയാ. അവൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒരൊറ്റ കൂട്ടരേ ഉള്ളൂ, അത് യേശുവിൻ്റെ സഭയാ. അതുകൊണ്ട് അവൻ അയലോക്കംകാരനെ പറഞ്ഞയക്കുകയല്ല, എനിക്ക് വേണ്ടി ജീവൻ തന്ന എൻ്റെ യേശു താൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. യേശു പറഞ്ഞത് ഒരു ജൂയിഷ് കോണ്ടെക്സ്റ്റിലാണ്, ജൂയിഷ് വെഡിങ് കോണ്ടെക്സ്റ്റിൽ. ശ്രദ്ധിക്കണം, യേശു എപ്പോഴും കോണ്ടെക്സ്റ്റുവലായിട്ട് സംസാരിച്ചയാളാണ്. യേശുവിൻ്റെ കാലത്ത് ഒരു ജൂയിഷ് വെഡിങ്ങിന് 3 ഘടകങ്ങളുണ്ടായിരുന്നു. വൺ ഈസ് എ ഗ്രൂം, കാന്തൻ. സെക്കൻഡ് ഈസ് ദ ബ്രൈഡ്, കാന്ത. തേർഡ് ഈസ് ദ ബ്രൈഡൽ പാർട്ടി. ഫോർത്ത്, ഗസ്. ഈ 4 കാര്യങ്ങളായിരുന്നു ഒരു ജൂയിഷ് വെഡിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതിൽ ഗ്രൂമിനെ കുറിച്ച് അധികം ഞാൻ പറയും. 2 കൊരിന്ത്യർ 11:12 അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ബിട്രോത്തൽ നടത്തിയിരിക്കുന്നു. ഈ അമേരിക്കയിൽ ഈ എൻഗേജ്മെൻറ്റ് പരിപാടി അധികം ഇല്ല, പിള്ളേർക്ക് വലിയ ഇഷ്ടമില്ല. കാര്യം അവർ നമ്മൾ നടത്തുന്ന പോലെ ഒരു എൻഗേജ്മെൻറ്റ് അവിടെ ഇല്ല. എങ്കിലും ഞാൻ ഇരിക്കുന്ന മുഴുവൻ സഭയെ കല്യാണോറപ്പീര് നടത്തും. എല്ലാ കല്യാണോറപ്പീരും ഞാനിത് പ്രസംഗിക്കും. കല്യാണോറപ്പീര് നമ്മൾ കണ്ടുപിടിച്ച് കുറുക്കു വഴിയല്ല, അതിന് അടിസ്ഥാന വചനത്തിലുണ്ട്. അതൊരു ജുഡയോ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. വിവാഹ നിശ്ചയം വിവാഹത്തോളം വലുതായിരുന്നു ജൂയിഷ് കോണ്ടെക്സ്റ്റിൽ. 2-3 നിലകളിലാണ് ഒരു ബ്രൈഡിനെ തെരഞ്ഞെടുത്തത്. ഒന്ന്, 2 കുടുംബങ്ങൾ തമ്മിൽ ആഴമായ ബന്ധമുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് കുടുംബങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. എനിക്ക് ഒരാൺ പൈതലിനെ ലഭിച്ചാൽ നിൻ്റെ പെൺ പൈതലുമായിട്ടൊരു വിവാഹബന്ധം നടത്തും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യാഖ്യാനം അതാ. ഞാൻ ജനിച്ചു കഴിഞ്ഞ് എൻ്റെ വിശുദ്ധി നിർമ്മലതയെ നോക്കി, എൻ്റെ കഴിവുകേടും നോക്കി, എൻ്റെ പൊക്കവും വണ്ണവും നോക്കിയല്ല പാസ്റ്ററെ യേശു എന്നെ തെരഞ്ഞെടുത്തത്. ലോകസ്ഥാപനത്തിന് മുമ്പ്, ഞാൻ പിണ്ണാകാരമാകുന്നതിന് മുമ്പ് എൻ്റെ ഒരു കഴിവും നോക്കാതെ, എൻ്റെ ഒരു ശ്രേഷ്ഠതയും നോക്കാതെ അവൻ ക്രിസ്തുവിൽ എന്നെ തെരഞ്ഞെടുത്തു. ഇത് മാത്രം മതി. ഇന്ന് രാത്രി എനിക്ക് ദൈവത്തെ സ്തുതിക്കുക. എൻ്റെ പണവും പത്രോസവും നോക്കിയില്ല, എൻ്റെ പാരമ്പര്യം അവൻ നോക്കിയില്ല, എൻ്റെ വീട് മഹിമ അവൻ നോക്കിയില്ല, എൻ്റെ തൊലിയുടെ നിറം അവൻ നോക്കിയില്ല. കരുണ എന്ന ഏക കാരണത്താൽ ലോക സ്ഥാപനത്തിന് മുമ്പ് അവൻ്റെ കാന്തയാകേണ്ടതിന് അവൻ എന്നെ അവിടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എസ്പെഷ്യലി അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ. ഞങ്ങളുടെ അവിടുത്തെ കല്യാണം ഇവിടുത്തെ അറിയത്തില്ല, ഇപ്പോഴും നാട്ടിൽ അങ്ങനെയൊക്കെ. ഞാൻ നാട്ടിൽ പോയി കല്യാണങ്ങൾ നടത്താറുണ്ട്. നാട്ടിലിപ്പോൾ ആ സ്റ്റൈലൊക്കെ ആയി. പ്രത്യേകിച്ച് അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ ബ്രൈഡിനാണ് ഇമ്പോർട്ടൻസ്. ഗ്രൂമ് കല്യാണം നടത്താൻ ഞാൻ പോയി ഒന്നോടത്ത് എൻ്റെ പുറകെ അവനങ്ങ് വരും. കൂടുതലും അവന് വാടകയ്ക്ക് എടുത്ത് ഒരു ടക്സീഡോയാണ് ഇടുന്നത്, ടാക്സിയുടെ വാടകയ്ക്ക്. അവനത് ഇട്ടേച്ച് ആ സാധനം കൊണ്ട് തിരിച്ചു കൊടുക്കും. പെങ്കൊച്ചങ്ങനല്ല. അവൾ ഒരു 6 മാസം മുമ്പ് ഗൗണ് മേടിക്കും. പിന്നെ അവൾ ഷുഗർ കഴിക്കുകയല്ല, പിന്നെ അവൾ കാർബ് കഴിക്കുകയല്ല. ഈ ഗൗണിനകത്ത് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ് പിന്നെ മുഴുവനും. പിന്നെ അധികം ഞാൻ വിശദീകരണം പറയുന്നില്ല. അപ്പോൾ ഇവൾ ഇതൊരു 100 വട്ടം ഇത് ഇട്ട് നോക്കും. പക്ഷേ ചെറുക്കനും പാർട്ടികളും ഉണ്ടല്ലോ, ഞാൻ പോകുന്നതിൻ്റെ പുറകെ ഇവനിങ്ങനെ തലയും കുനിച്ച് എൻ്റെ പുറകെ ഇങ്ങനെ വരും. ഞാൻ നടുക്ക് നിൽക്കുമ്പോൾ അവനോട് സൈഡിൽ വന്ന് നിൽക്കും. എല്ലാവരും ആ ഡോർ അങ്ങോട്ട് തുറക്കും. ഡോർ തുറന്നിട്ട് ഒരു പാട്ടുണ്ട്, ഹിയർ കംസ് ദ ബ്രൈഡ്, ഹിയർ കംസ് ദ ബ്രൈഡ്. ആ മ്യൂസിക് വായിക്കുമ്പോഴേക്കും എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടാണ്. ഒരൊറ്റ മനുഷ്യൻ ഈ ചെറുക്കനെ നോക്കുകയില്ല. ഇവനാണെങ്കിൽ നല്ല കുട്ടപ്പൻ, ആര് നോക്കാനാ? എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള ഒരു സിസ്റ്റമാണ് അത്. പക്ഷേ ഞാൻ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക.
അല്ലല്ല, ബ്രൈഡിനല്ല ഫോക്കസ്, കാന്തന് ഫോക്കസ് വരുന്ന ഒരു ദിവസമുണ്ട്. കാരണം അവന് 10,000 സുന്ദരനാ. ഇഷ്ടം പോലെ സുന്ദരന്മാർ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ട്, നല്ല യോഗ്യന്മാർ ഇരിപ്പുണ്ട്. അങ്ങനെയൊന്നുമല്ല എൻ്റെ കാന്തൻ. അവൻ 10,000 സുന്ദരനാ. അവൻ തേജസ് വാരി പുതച്ചവനാ. അവനെ പ്രഭയിൽ വിളങ്ങി നിൽക്കുന്നവനാ. ഇത്ര നല്ലൊരു കാന്തൻ ഇന്ന് വരെ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. കാശ് കൊടുത്താൽ അവന് കടന്നത്, കരള് കൊടുത്താൽ അവൻ നമ്മെ വാങ്ങിയത്, ചങ്കിലെ ചോര കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയ എന്റെ കാന്തൻ വരാറായി. പക്ഷെ ബിട്രോത്തിൽ നടന്ന പേരൻസ് തമ്മിൽ വരും. അവർ നേരത്തെ പറഞ്ഞൊത്ത ഒരു തുക കൊടുക്കും. സ്ത്രീധനം എൻ്റെ വിഷയമല്ല, കൊടുക്കുന്നതിനും വാങ്ങുന്നതിനോട് യോജിപ്പുള്ള ആളല്ലാതെ അവിടെ നിൽക്കട്ടെ. പക്ഷെ അന്നത്തെ കാലത്ത് പറഞ്ഞൊത്ത ഒരു തുകയുണ്ട്. അതൊരു സഞ്ചിയിൽ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. വീട്ടിൽ ചെന്ന്, പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് അത് കൊടുത്ത് അവർ സൈൻ കോൺട്രാക്ട് ചെയ്താൽ ചെയ്യുന്നത് ഒരു കപ്പിൽ വൈൻ കുടിക്കുകയാ. ഇതിൻ്റെ പേരിൽ ആരും ഇനി അത് കുടിക്കാൻ പോകണ്ട. യഹൂദൻ കുടിച്ച വൈനിൻ്റെ ആർക്കെങ്കിലും വിശദീകരണം വേണം, എൻ്റെ അടുത്ത് ഞാൻ പറയാം. കട്ടിയുള്ള വൈനിനകത്ത് ശ്രദ്ധിച്ച് കേൾക്കണം, 7 മടങ്ങ് വെള്ളം ചേർത്തിട്ട് യഹൂദൻ കുടിക്കത്തുള്ളായിരുന്നു. അതുകൊണ്ട് ആരും പറയരുത് അവൻ കുടിച്ച് പൂസായോണ്ട് ഞാനും കുടിച്ചോളാമെന്ന്. അതല്ല അതിൻ്റെ പരിപാടി. ഇതൊക്കെ പറയേണ്ട അവസ്ഥ ഇന്ന് പെന്തക്കോസിൽ ഉള്ളത് കൊണ്ടാണ് ഞാനീ പറയുന്നത്. അത്രയും പറഞ്ഞ് അവിടെ നിർത്താൻ പാസ്റ്ററേ. ഹല്ലേലൂയ. അവർ ആ കോൺട്രാക്ട് സൈൻ ചെയ്തു. അത് എസ്റ്റാബ്ലിഷ് ആയതിൻ്റെ തെളിവ് ഇവർ 2 കുടുംബം കൂടെ ചേർന്ന് ഒരു കപ്പിൽ നിന്ന് വൈൻ കുടിക്കും. യേശു കർത്താവ് അവനെ ക്രൂശീകരിക്കുന്നതിൻ്റെ തലേ ദിവസം ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു കോൺട്രാക്ട് ഇവിടെ സൈൻഡ് ആകുക, ഇനി ഞാനത് കുടിക്കും എന്ന്. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന്, സകല ഭാഷയിൽ നിന്നും, സകല ജാതിയിൽ നിന്നും, സകല വംശത്തിൽ നിന്നും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ഒരു വട്ടമേശയുടെ ചുറ്റുമിരിക്കും. ആ പന്തി ഭോജനത്തിൽ ഇനി കുടിക്കത്തുള്ളൂ. അവൻ നമ്മെ വിശുദ്ധ കന്യകയായി അവന് വേണ്ടി വിവാഹം നിശ്ചയം ചെയ്തിരിക്കയാ. നമ്മുടെ കാന്തൻ വരാറായി. ഹല്ലേലൂയ. നമ്മുടെ കാന്തൻ വരാറായി.